നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. കെമിസ്ട്രിയിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിന്റെ പേര് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നാണ്. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ആ ഭാഗത്തുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആറ്റവും ആറ്റത്തിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിരുന്നു. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും ചാർജ്, മാസ് എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ എങ്ങനെയാണ് ആറ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്താണ് ആറ്റത്തിൻ്റെ മോഡൽ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഓരോ സയൻറ്റിസ്റ്റും ഓരോ മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന സയൻറ്റിസ്റ്റിൻ്റെ മോഡൽ ഓഫ് ആറ്റത്തിൽ എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ടോ അതെല്ലാം പരിഹരിച്ചിട്ടാണ് അടുത്ത ആളുടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു 3 ആറ്റം മോഡലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ മോഡലാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ നമ്മൾ ആദ്യം മൊഡ്യൂളിൽ പേര് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. മൊഡ്യൂളിൻ്റെ പേരാണ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. ഇതാണ് മൊഡ്യൂളിൻ്റെ പേര്. അതിൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന ഭാഗത്തുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്, ആറ്റം മോഡൽസ്. ആറ്റം മോഡൽസ്. ആറ്റം മോഡൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറ്റത്തിലെ എങ്ങനെയാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായിട്ട് ആറ്റം മോഡൽ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ജെ തോംസൺ. ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യത്തെ ആറ്റം മോഡൽ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ മോഡലിന്റെ പേരാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റം. തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവരുന്നത്. 1898 ഈ മോഡൽ കൊണ്ടുവരുന്നത്. ഈ മോഡൽ പറയുന്നത് ആറ്റത്തിന് ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ്, ഒരു സ്ഫിയർ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ആ ആറ്റത്തിന്റെ സ്ഫെറിക്കൽ സ്ട്രക്ചറുള്ള ഈ ആറ്റത്തിനുള്ളിലാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കുന്നത്. അതിന് എംബഡഡ് എന്നാണ് പറയുക. എംബഡഡ് എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയർ ആണ് ആറ്റത്തിനുള്ളത്. ആ പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറിനുള്ളിലാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എംബഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതാണ് തോംസണിന്റെ മോഡൽ. അപ്പൊ ഈ ഒരു മോഡൽ പറയുന്നത് എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അതിന് തുല്യമായിരിക്കും ഈ പുറത്ത് കാണുന്ന ഈ പോസിറ്റീവ് ചാർജ്. അപ്പൊ നെഗറ്റീവ് ചാർജിന്റെ എണ്ണവും പോസിറ്റീവ് ചാർജിന്റെ എണ്ണവും തുല്യമായ കാരണം ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും, വികർഷണം ഉണ്ടാവും. ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ഷനും ഉണ്ടാവും. അത് രണ്ടും ബാലൻസ് ചെയ്യുന്ന കാരണം ആറ്റം സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു മോഡലിനെ നമുക്ക് വാട്ടർമെലൺ മോഡലുമായിട്ട് കമ്പയർ ചെയ്യാം. വാട്ടർമെലൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തൻ. അതായത് തണ്ണിമത്തൻ്റെ ഈ പുറം ഭാഗം പോസിറ്റീവ് ചാർജ് ആയിട്ടും അതിനുള്ളിലുള്ള സീഡ്സ്, വിത്തുകളെ നെഗറ്റീവ് ചാർജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തോംസൺ മോഡൽ എന്ന് പറയുന്ന വേറൊരു പേരാണ് വാട്ടർമെലൺ മോഡൽ. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ പോയിന്റ്സും പറയാം. പോയിന്റ്സിന് പറയാറ് പോസ്റ്റുലേറ്റ്സ് എന്നാണ്. അപ്പോൾ ഓരോ പോസ്റ്റുലേറ്റ്സും നമുക്ക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം ആണ് പറയുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെ തോംസൺ ഇൻ 1898. അതാണ് ഒന്നാമത്തെ പോയിന്റ്, അഥവാ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പോൾ തോംസൺ മോഡൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ Thomson model is introduced by J. Thomson in 1898. 1898 J. Thomson എന്ന സയന്റിസ്റ്റ് ആണ് തോംസൺ മോഡൽ കൊണ്ടുവരുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡൽ പ്രകാരം ആറ്റത്തിന് ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ്. ആ സ്ഫിയറിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്.
atom possess a spherical structure in which positive charge is uniformly distributed. According to this model, atom possess a spherical structure in which positive charge is uniformly distributed. ഈ മോഡൽ പ്രകാരം ആറ്റത്തിന്റെ സ്ട്രക്ചർ ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ്, ഒരു ഗോളാകൃതിയാണ്, അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഈ ഗോളാകൃതിയിലുള്ള ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്തിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. Negatively charged electrons are embedded into the sphere. Embedded എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു മോഡലിൽ പറഞ്ഞ ടേമാണ് embedded. അപ്പോൾ 3 പോയിന്റ്സ് ആയി. ഈ 2 പോയിന്റുകൾ കൂടിയാണ് പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? Introduced by J.J. Thomson in 1898. According to this model, atom possess a spherical structure in which positive charge is uniformly distributed. അതായത് ആ സ്ഫിയറിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. അതിന്റെ ഉള്ളിലാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻടു ദിസ് സ്ഫിയർ. ആ സ്ഫിയറിന്റെ ഉള്ളിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നാലാമത്തെ പോയിന്റ് പറയുന്നത് സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്. The stability of atom was explained by the balance between repulsive forces of electrons and attraction of electron towards positive charge of the sphere. അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റം എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ്. തോംസൺ മോഡലിൽ ആ ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. അതിനുള്ളിലുള്ള ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. കാരണം എന്താണ്? സെയിം ചാർജ് റിപ്പൽ ചെയ്യും, വികർഷിക്കും. അപ്പോൾ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന് അതിന് പുറമേയുള്ള ആ സ്ഫിയറിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും പോസിറ്റീവ് ചാർജുള്ള സ്ഫിയറും തമ്മിലൊരു അട്രാക്ഷനും ഉണ്ട്. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ചാർജസിന് അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ 2 ടൈപ്പ് ഫോഴ്സ് ആണുള്ളത്. ഒന്ന് റിപ്പൾസീവ് ഫോഴ്സും ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സും. ഇത് തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പറയുന്നത്. അപ്പോൾ അതായിരുന്നു നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഈ മോഡലിന്റെ മറ്റു പേരുകളാണ്. ആറ്റത്തിന് സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണെന്നും അതിനുള്ളിൽ ഇലക്ട്രോൺസ് എംബഡഡ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ആ മോഡലിനെ നമുക്ക് എന്തുമായി കമ്പയർ ചെയ്യാം? വാട്ടർ മെലണുമായിട്ട് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ പുഡിങ്ങിലൊക്കെ റൈസിൻസ്, മുന്തിരിങ്ങയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ 2 പേരുകളാണുള്ളത്, വാട്ടർ മെലൺ മോഡൽ അതുപോലെ പ്ലം പുഡിംഗ് മോഡൽ. ഇങ്ങനെ 2 പേരുകളിലും കൂടി ഏത് അറിയപ്പെടുന്നുണ്ട്? തോംസൺ മോഡൽ അറിയപ്പെടുന്നുണ്ട്. ഇതാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റം. അതിൽ 5 പോയിന്റ്സ് അഥവാ 5 പോസ്റ്റുലേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ മോഡൽ ഓഫ് ആറ്റം ആണ്, അല്ലെങ്കിൽ ആറ്റം മോഡലാണ് പറയുന്നത്. റൂദർഫോർഡ് ആറ്റം മോഡൽ. റൂദർഫോർഡ് എന്ന സയന്റിസ്റ്റ് ആണ് ഈ മോഡൽ കൊണ്ടുവരുന്നത്. 1911 ഈ മോഡൽ കൊണ്ടുവരുന്നത്. അപ്പോൾ രണ്ടാമത്തെ മോഡൽ നോക്കാം. റൂദർഫോർഡ് ആറ്റം മോഡൽ. റൂദർഫോർഡ് ആറ്റം മോഡൽ കൊണ്ടുവരുന്നത് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ്. ആ എക്സ്പെരിമെന്റിന്റെ പേരാണ്
ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫ റേ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള റേസ് ആണ്. ആ റേ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടാണ് ഈ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആ എക്സ്പെരിമെന്റിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ഒബ്സർവേഷനിൽ നിന്നാണ് അദ്ദേഹം ആറ്റം മോഡൽ കൊണ്ടുവരുന്നത്. ആൽഫയെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആൽഫ സോഴ്സ്, അതായത് ആൽഫ റേ പുറപ്പെടുവിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഒരു ലെഡ് പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അതായത് ലെഡ് എന്ന മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ഭാഗം. ഇതിന്റെ പ്രത്യേകത ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിന് ഹോൾ ഉള്ളൂ. അപ്പൊ ഇതിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആൽഫ റേ കടന്നു പോകുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തുള്ള ആൽഫ റേസ് ഒക്കെ എന്ത് ചെയ്യും, ഇതിലൂടെ എത്തുന്ന ബാക്കിയുള്ള ആൽഫ റേസിനെ മൊത്തം ഈ ഒരു ലെഡ് പ്ലേറ്റ് ഇവിടെ അബ്സോർബ് ചെയ്ത് നിർത്തും. അപ്പൊ പുറത്തേക്ക് വരുന്നത് വളരെ നാരോ ആയിട്ട് ഒരു സിംഗിൾ ലൈനൊക്കെ ആയിട്ട് നമുക്ക് ആൽഫ റേനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെഡ് പ്ലേറ്റ് വിത്ത് എ ഹോൾ, ഒരു ഹോൾ ഉള്ള ലെഡ് പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഭാഗത്ത് നിന്ന് വരുന്ന ആൽഫ റേ മൊത്തം എന്ത് ചെയ്യും, ഈ ലെഡ് പ്ലേറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഒരു വളരെ നാരോ ആയിട്ടുള്ള ആൽഫ റേ നമുക്ക് കിട്ടും. ഇനി ഇതാണ് നമ്മളൊരു ഗോൾഡ് ഫോയിലേക്ക് തട്ടിക്കുന്നത്. ഇതാണ് ഗോൾഡ് ഫോയിൽ, അതായത് സ്വർണത്തിന്റെ ഒരു ചെറിയ തകിടാണ് ഗോൾഡ് ഫോയിൽ. ഈ ഗോൾഡ് ഫോയിലിന് അപ്പുറത്ത് നമ്മളൊരു സിങ്ക് സൾഫൈഡിന്റെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ആൽഫ റേ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്തോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആംഗിളിൽ അത് ഡിഫ്ലക്ട് ചെയ്തോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇപ്പുറത്തുള്ള ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് തട്ടുന്ന ഒരു ഗ്ലിറ്ററിങ് ഉണ്ടാവും. അതായത് ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഒരു തിളക്കം ഉണ്ടാവും. ആ തിളക്കത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ആൽഫ റേയുടെ ഏത് ഭാഗത്താണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിങ്ക് സൾഫൈഡ്. ZnS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിനെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫിക് സ്ക്രീൻ എന്നും പറയാം. ഫോട്ടോഗ്രാഫിക് സ്ക്രീൻ അതിന്റെ യൂസ് എന്ന് പറയുന്നത് ഈ ആൽഫ റേ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫിക് സ്ക്രീനിൽ നമുക്ക് ഓരോ സ്പോട്ടിൽ ഓരോ തിളക്കം കിട്ടും. അപ്പൊ അതിനർത്ഥം ആ സ്പോട്ടിൽ ലൈറ്റ് ഒരു ആൽഫ റേ എത്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇനി എന്താ പറയുന്നത്, ആൽഫ സോഴ്സിൽ നിന്ന് ആൽഫ റേ ഈ ലെഡ് പ്ലേറ്റിലൂടെ പാസ് ചെയ്യുന്നു. ലെഡ് പ്ലേറ്റിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഈ വരുന്ന ആൽഫ റേയെ വളരെ നാരോ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ നാരോ ആയ ആൽഫ റേ ഇതിൽ പോയി തട്ടുന്നു, ഗോൾഡ് ഫോയിലിൽ പോയി തട്ടുന്നു. ഈ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്ത ആൽഫ റേ ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ തിളക്കം കിട്ടും. അതിൽ നിന്നാണ് അത് അവിടെ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കുറച്ച് ആൽഫ റേ ഡയറക്റ്റ് പോയിട്ട് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ പോയി തട്ടി വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അതായത് അതിന്റെ പാത്വേയിൽ, അതിന്റെ ആ ഒരു സഞ്ചരിച്ച പാതയിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ ഡയറക്റ്റ് പോയി തട്ടി. കുറച്ചെണ്ണം ചെറിയ ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തിട്ട് പോയി സ്ക്രീനിൽ തട്ടി. ഈ രണ്ടെണ്ണം കാണിച്ചിരിക്കുന്നത് എന്താണ്, ആ ഒരു പാത്വേയിൽ നിന്ന് ചെറിയൊരു ആംഗിളിലെ വ്യത്യാസത്തിൽ പോയി തട്ടി. കുറച്ചെണ്ണം അതിന്റെ പാത്വേയിൽ നിന്ന് റിട്ടേൺ ചെയ്തു, അതായത് ഗോൾഡ് ഫോയിലിൽ തട്ടി തിരിച്ചു വന്നു. അപ്പോൾ 3 ടൈപ്പ് ഒബ്സർവേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഒന്നാമത്തെ ടൈപ്പ് ഏതായിരുന്നു, ഡയറക്റ്റ് പോയിട്ട് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ പോയി തട്ടി യാതൊരു ചേഞ്ചസും ഇല്ലാതെ. കുറച്ചെണ്ണം എന്ത് ചെയ്തു, ചെറിയ ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു പോയി സ്ക്രീനിൽ പോയി തട്ടി. മൂന്നാമത്തെ ഒബ്സർവേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഗോൾഡ് ഫോയിൽ തട്ടി തിരിച്ചു വന്നു. അപ്പൊ ഈ 3 ഒബ്സർവേഷനിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പറയുന്നത്. അപ്പൊ പറയുന്നത് കുറച്ചെണ്ണം ഡയറക്റ്റ് പോയി തട്ടി എന്നുള്ളതിന്റെ അർത്ഥം ആറ്റത്തിൽ കുറേയേറെ സ്പേസ് എംപ്റ്റി ആണ്, അതായത് ഒന്നുമില്ലാത്ത കുറേ സ്പേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് യാതൊരു ഡിഫ്ലക്ഷനും കൂടാതെ ഡയറക്റ്റ് പോയി തട്ടിയത്. കുറച്ചെണ്ണം ചെറിയ ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു എന്നുള്ളതിന്റെ അർത്ഥം വരുന്ന ആൽഫ റേക്ക് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ചെറിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തോ പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗം ഉണ്ട് എന്ന് മനസ്സിലായി. ആ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. പിന്നെ കുറച്ചെണ്ണം തട്ടി തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. അതെന്താണ്, ഈ ഒരു ന്യൂക്ലിയസിന്റെ എക്സാക്ട് സെന്റർ ഓഫ് മാസിൽ പോയി തട്ടിയതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ 3 ടൈപ്പ് ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇനി ആ ആറ്റം മോഡലുള്ള പോയിന്റ്സ് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റൂദർഫോർഡ് ആറ്റം മോഡലിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്.
atom contain positively charged center called ന്യൂക്ലിയസ്. ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള ഒരു സെന്റർ ഉണ്ട്, അതിനെ വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. ആറ്റം കണ്ടെയ്ൻ പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ കാൾഡ് ന്യൂക്ലിയസ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് in an atom is empty. ആറ്റത്തിലെ കുറേയേറെ സ്പേസുകൾ എന്താണ്? എംപ്റ്റി ആണ്, വേക്കൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ negatively charged electrons are revolving around the nucleus in circular path. Called orbits. എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ്, ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സെന്റർ ഉണ്ട്, അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ന്യൂക്ലിയസ്. പിന്നെ ആറ്റത്തിലെ ഒട്ടുമിക്ക സ്പേസും ഒട്ടുമിക്ക സ്ഥലവും എംപ്റ്റി ആണ്. പിന്നെ ഈ പോസിറ്റീവ് ചാർജുള്ള സെന്ററിന് അഥവാ ന്യൂക്ലിയസിന് ചുറ്റുമാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് കറങ്ങുന്നത്. അത് കറങ്ങുന്നത് ഒരു സർക്കുലാർ പാത്വേയിലൂടെയാണ്, അതായത് ഒരു വൃത്താകൃതിയിലുള്ള ഒരു പാത്വേയിലൂടെയാണ്. അതിനെ വിളിച്ച പേരാണ് ഓർബിറ്റ്. ആ സർക്കുലാർ ഷേപ്പുള്ള പാത്വേക്ക് വിളിച്ച പേരാണ് ഓർബിറ്റ്. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് സോളാർ സിസ്റ്റവുമായിട്ട്, സൗരയൂഥവുമായിട്ട് കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് സോളാർ മോഡലിന്റെ നടുക്ക് അഥവാ സെന്ററിൽ സണ്ണാണ്, സൂര്യനാണ്, ചുറ്റുമാണ് ഗ്രഹങ്ങൾ കറങ്ങുന്നത്. അതുപോലെ തന്നെ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിലും എന്ത് പറയാം? നമുക്ക് സോളാർ മോഡൽ എന്ന് പറയാം. കാരണം സെന്ററിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് എന്ത് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് റൂദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് സോളാർ മോഡലുമായിട്ട് റിസംബിൾ ആണ്, സിമിലർ ആണ് നമുക്ക് പറയാം. It resembles ഇത്രയുമാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ.